ഹായ് ഹലോ ഗായ്സ്. അപ്പം ഞങ്ങളിന്ന് കാവിലാട്ടുള്ളത്. കാവെന്ന് ചിന്തിക്കുമ്പം എല്ലാവർക്കും അറിയാം വള്ളിയൂർക്കാവാണ്. ഇന്ന് വള്ളിയൂർക്കാവിലെ ഉത്സവം തുടങ്ങിയിട്ട് 14 ദിവസത്തോളം ആയിട്ടോ. അപ്പോൾ തലേന്ന് ആണ് ഞങ്ങൾ പോയത്, തീരുന്നതിൻ്റെ തലേന്ന് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരാണ് ഉള്ളത്. എല്ലാ വർഷവും മീനമാസം 1-നാണ് കാവിലെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 2 കാവുണ്ട്. താഴേക്കാവും മേലേക്കാവും ട്ടോ. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പോയത് മേൽക്കാവിലാണേ. ഇവിടെയാണ് നമ്മൾ തൊഴാനും ഒക്കെ പോകുന്നത്. അങ്ങനെ അകത്ത് കയറി നമ്മൾ തൊഴുതൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് താഴേക്കാവിലേക്ക് പോകുന്നത്. താഴെന്നും നമുക്ക് വരാം ട്ടോ. പക്ഷെ ഞങ്ങൾ മേലെ വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മേലിന്ന് ഇറങ്ങിയിട്ടാണ് പോയത്. ഇവിടുന്ന് ഞങ്ങളെല്ലാം തൊഴുത് ഭഗവാനെയൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ദാ താഴേക്ക് പോവുകയാണ്. തീരുന്നതിൻ്റെ ഇതായതുകൊണ്ട് തലേന്ന് തന്നെ ഒത്തിരി ജനങ്ങളാട്ടോ ഉള്ളത്. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൽ ഒന്നാട്ടോ നമ്മുടെ വള്ളിയൂർക്കാവ്. ക്ഷേത്രത്തിന് വള്ളിയൂർക്കാവ് എന്ന് പേര് വരാൻ തന്നെ അതിന് പിന്നിൽ ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. അത് കുറച്ച് നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് എക്സിബിഷനകത്താട്ടോ. ഒന്ന് താഴെ ഇറങ്ങി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചേ. കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. 2 സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, മുകളിലും താഴെയും. പിന്നെ എക്സിബിഷനുള്ളിൽ സെപ്പറേറ്റ് പരിപാടി ഉണ്ട് കേട്ടോ. എക്സിബിഷനകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് കണ്ട കടല, പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒത്തിരി നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഈ എക്സിബിഷൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ആരും പർച്ചേസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും പരിപാടി കാണാൻ വേണ്ടിയിട്ടായതുകൊണ്ട് എക്സിബിഷനകത്ത് കയറിയിട്ട് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എക്സിബിഷനകത്ത് നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ 20 രൂപയാണ് ഒരാൾക്ക് സ്റ്റാർട്ടും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയ സമയത്തായിരുന്നു ജാസി ഗിഫ്റ്റിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ജനങ്ങളാണ് അതിനകത്ത് കയറിയത്. അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ എക്സിബിഷനകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോയി ട്ടോ. പിന്നെ റൈഡിലേക്കാണ്. എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഓരോ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും കയറുന്നത് ഇങ്ങനത്തെ റൈഡ്സിലായിരിക്കും. അപ്പൊ ഞങ്ങൾ കുഞ്ഞുള്ളതുകൊണ്ട് ഏത് റൈഡ്സ് കയറും എന്നിങ്ങനെ വിചാരിച്ച് പോയി. അങ്ങനെ ചെറിയൊരു റൈഡ് കണ്ടു, അതിലങ്ങോട്ട് കയറി. സാധാരണ കാവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ പെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം പിന്നെ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനമർദ്ദം കാരണം 5-6 ദിവസത്തേക്ക് അടുപ്പിച്ച് മഴയൊക്കെ തരുന്നു. അപ്പോൾ കാവ് ഏകദേശം എന്താ ഫുള്ളും ചെളിവിളിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ സ്ഥലത്തൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ കുറേ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അധികം മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ ഒന്ന് രക്ഷപ്പെട്ടു കേട്ടോ. കാരണം കുട്ടീനെയും കൊണ്ടൊന്നും മഴയത്ത് പോകാൻ ആവില്ലല്ലോ. പിന്നെ അവിടെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു